സ്മൃതി, ഈ ഭാരത് ജോഡോ യാത്രയുടെ ആദ്യ യാത്രയിൽ ഒരിടത്തു നിന്നും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും കാര്യമായ എതിർപ്പോ ആ രീതിയിലുള്ള വാർത്താ പ്രാധാന്യമോ കിട്ടിയിരുന്നില്ല. തുടക്കത്തിൽ കന്യാകുമാരിയിൽ വലിയ യാത്ര കിട്ടി, ഒടുവിൽ കാശ്മീരിൽ അത് അവസാനിക്കുമ്പോഴും വാർത്താ പ്രാധാന്യമുണ്ടായിരുന്നു. പക്ഷേ ഈ യാത്രയിലുടനീളം സമാധാനപരമായ ഒരു യാത്രയായിരുന്നു. പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റിൽ അസാമിൽ പ്രവേശിച്ച ദിവസം മുതൽ വലിയ വാർത്തകൾ നിറയുകയാണ്. ഹിമന്ത ബിശ്വ ശർമ്മ യഥാർത്ഥത്തിൽ രാഹുലിനെ ഹീറോ ആക്കുകയും അടങ്ങൂ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല, ആദ്യത്തെ യാത്രയിലും തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഈ രൂപത്തിൽ പോലീസിനെ വിട്ട് തടയുകയല്ല, മറ്റേ കോവിഡ് കോവിഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ പല നേതാക്കളുടെയും പ്രതികരണങ്ങളായിട്ടാണ് അന്ന് വന്നിരുന്നത്. ഇതിപ്പോൾ ഈ വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട എന്ന് പേരിട്ടുകൊണ്ട് തന്നെയാണ് ഈ ന്യായയാത്ര ബസ് പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ യാത്രയുടെ സ്വഭാവം നമുക്ക് നേരത്തെ കണ്ടതാണല്ലോ. ആ സ്വഭാവത്തിന് വ്യത്യസ്തമായിട്ടുള്ള യാത്രയല്ല ഇത്. കൂടുതൽ ആളുകൾ വരുന്നു. 5000-ഓളം പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ അസമിൽ എത്തുമ്പോൾ അസം മുഖ്യമന്ത്രിയുടെ നിലപാട് എല്ലാ ഘട്ടത്തിലും രാഹുലിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ അവിടുത്തെ BJP നേതാക്കളുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ ശക്തമായി പ്രതികരിക്കുക എന്നുള്ളത് കൂടിയാണല്ലോ ഈ യാത്രയുടെ ലക്ഷ്യം. അപ്പോൾ അസം മുഖ്യമന്ത്രി രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് എന്ന് രാഹുൽ പറയുമ്പോൾ ആ യാത്രയെ തടയുക എന്നൊരു ലക്ഷ്യം ഉണ്ട്. അപ്പോൾ അതിനെ ഏതൊക്കെ രൂപത്തിലാണ്? കഴിഞ്ഞ ദിവസം വാഹനവ്യൂഹം ആക്രമിച്ചിരിക്കുന്നു. ജയറാം രമേശിന്റെ വാഹനം അടിച്ചു തകർത്തു. ആ രൂപത്തിൽ പ്രതികരിച്ചു. അസം PCC അധ്യക്ഷൻ ഭൂപൻ ബോറയെ കായികമായി തന്നെ ആക്രമിച്ചു. കൊടിയുമായി എത്തിയവരുടെ ഇടയിലേക്ക് പിന്നീട് രാഹുൽ ഇറങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ 25-ാം തീയതി വരെയാണ് ഈ അസമിലെ പര്യടനം നടക്കുന്നത്. ഈ യാത്ര ഉടനീളം ഒരു സംഘർഷഭരിതമായിരിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ യാത്രയെ തകർക്കാനുള്ള ശ്രമമുണ്ട്. ഒരു വശത്ത് രാഹുൽ ഒരു പ്രതിയോഗിയേ അല്ല എന്ന് ഇവർ പറയുന്നു. പക്ഷേ മറുവശത്ത് ഏതെങ്കിലും രൂപത്തിലൊക്കെ തടയാനും ഉപദ്രവിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കേസ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ യാത്രയിൽ സമാധാനപരമായി നടക്കുന്ന യാത്രക്കിടയിലേക്ക് BJP പ്രവർത്തകർ വന്ന് ആക്രമണം നടത്തുകയായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് തടയാനുള്ള ശ്രമം നടന്നു. അപ്പോൾ മറ്റൊരു വഴിയിലൂടെ പ്രശ്നമുണ്ടാക്കാതെ യാത്ര തുടരുകയാണ് ഇപ്പോൾ രാഹുലും കൂട്ടരും ചെയ്യുന്നത്. അപ്പോൾ ഇനിയും തടയാൻ ശ്രമിച്ചാൽ അത് വിജയിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു. കേസെടുക്കൽ ഒരു പുതുമയല്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കേസ് നേരിടുന്ന ഒരു പ്രതിപക്ഷത്തെ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അപ്പോൾ ജോഡോ ഉയർത്തുന്ന സന്ദേശങ്ങളെ ഭയക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് അപ്പുറത്തുയരുന്നത്. Meet the editors.